സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ വചനം ശ്രവിക്കാൻ ആഗ്രഹിക്കുന്ന, വചനം ശ്രവിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. യേശുവേ, അങ്ങ് പൗലോസ്ലിഹായോട് പറഞ്ഞ തിരുവചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു. നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ, പോരായ്മകളെ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അങ്ങയുടെ വചനത്തിന് ഞങ്ങൾ ഇടമൊരുക്കുമ്പോൾ, എല്ലാ കുറവുകളും പോരായ്മകളും തിന്മയുടെ സ്വാധീനങ്ങളും അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളിൽ നിന്നും അകന്നു പോകട്ടെ. ദൈവമേ, വചനം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വചനം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഉണർവും തീക്ഷ്ണതയും നൽകി അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ ഞങ്ങൾ കേൾക്കുന്ന സ്വരം ധ്യാനിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷങ്ങളിലുടനീളം മാധ്യസ്ഥം വഹിക്കണമേ. നമുക്ക് വചനഭാഗം ശ്രവിക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും എന്നു ജീവനെ പറ്റിയോ, എന്തു ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴം കൂടി കൂട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നത് എന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിലും അവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. പ്രിയമുള്ളവരെ, ലൂക്കാ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ചിന്ത, നമ്മുടെ ദൈവം പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, കരുതുന്ന ദൈവമാണ് എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ആരും കൂടെയില്ലാത്ത ഒരുപാട് അവസരങ്ങളുണ്ടാകും. ഒറ്റപ്പെട്ടു പോയി ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് കരുതുന്ന നിമിഷങ്ങളുണ്ടാകും. അപ്പോൾ നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മോട് ചേർന്ന് നിൽക്കുവാൻ ഒരു ദൈവമുണ്ട്, പരിപാലിക്കുന്ന ദൈവമുണ്ട് എന്ന ചിന്ത സുവിശേഷം നമുക്ക് തരികയാണ്. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്ന ചിത്രമാണ് ദൈവം ജീവജാലങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ആഴത്തിനുമേൽ ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് ചലിക്കാൻ ആരംഭിക്കുന്നിടത്ത് മനോഹരമായ കാര്യങ്ങൾ രൂപപ്പെടുന്നത് നമ്മൾ വായിച്ചറിയുന്നുണ്ട്. പ്രകാശമുണ്ടായി,
കരയും കടലുമുണ്ടായി. സസ്യജാലങ്ങളെ ദൈവം രൂപപ്പെടുത്തി. സുന്ദരമായ സൃഷ്ടികൾ ഈ ഭൂമിയിൽ രൂപപ്പെടുകയാണ്. അങ്ങനെ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മ ചൈതന്യത്തിൽ ത്രിയേക ദൈവം രൂപപ്പെടുത്തുന്നു. പക്ഷേ പിന്നീട് ഇവയ്ക്കെല്ലാം മകുടമായി, സൃഷ്ടിയുടെ മകുടമായി ദൈവം രൂപപ്പെടുത്തുന്നതാണ് മനുഷ്യൻ. എങ്ങനെയാണ് ദൈവം മനുഷ്യന് രൂപം കൊടുത്തത് എന്നത് നമ്മൾ വായിച്ചറിയുന്നുണ്ട്. മറ്റു സൃഷ്ടികളെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചപ്പോൾ ഒരു കുശവനെ പോലെ മണ്ണ് കരങ്ങളിലെടുത്ത് മനുഷ്യന് രൂപം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം, തൻ്റെ കരത്തിൽ വലിയ സ്നേഹത്തോടെ കരുതലോടെ അവനെ രൂപപ്പെടുത്തുന്ന ദൈവം, അതായത് മറ്റ് സൃഷ്ടികളെക്കാൾ ദൈവം മനുഷ്യനെ കരുതുന്നു. മറ്റ് ജീവജാലങ്ങളെക്കാൾ ദൈവം മനുഷ്യനെ പരിപാലിക്കുന്നു. അത്രമാത്രം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അത്രമാത്രം ദൈവത്തിൻ്റെ പദ്ധതികളോടും സ്വപ്നങ്ങളോടും ചേർന്ന് നിൽക്കേണ്ട ഒരു ജീവിതമാണ് നമ്മുടേത്. എന്നിട്ട് നമ്മളിങ്ങനെ വായിച്ചറിയുന്നുണ്ട്, അവിടുന്ന് തൻ്റെ തന്നെ ജീവശ്വാസം അവനിലേക്ക് ഊതി നിശ്വസിച്ചു. അതായത് ദൈവത്തിൻ്റെ തന്നെ ശ്വാസം പേറുന്നവരാണ്, ദൈവത്തിൻ്റെ തന്നെ ജീവൻ പേറുന്നവരാണ് നാം ഓരോരുത്തരും എന്ന സത്യം വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു തരികയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകളും പോരായ്മകളും ഉണ്ടാകുമ്പോൾ ദൈവം എത്രയധികമായി നമ്മെ പരിപാലിക്കും എന്ന ഒരു ചിന്ത നമുക്ക് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇങ്ങനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം പഴയ നിയമം മുതൽ പുതിയ നിയമത്തിലൂടെ കടന്നുപോയി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന നിമിഷം മുതൽ അവരെ പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന യഹോവയെ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിലാണ് ചെങ്കടൽ വിഭജിക്കുന്ന, ചെങ്കടലിലൂടെ അതിൻ്റെ നടുവിലൂടെ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുന്ന അനുഭവം നമ്മൾ വായിച്ചറിയുന്നത്. അവിടെ മോശ ജനത്തെ ഈജിപ്തിന് പുറത്തേക്ക് നയിക്കുന്നു. ഇതാ അവരുടെ മുൻപിൽ വലിയ തടസ്സമായി, പ്രതിബന്ധമായി ചെങ്കടൽ നിൽക്കുകയാണ്. ദൈവം തന്നെ പറയുന്നുണ്ട്, ഇവരെ പിന്തുടരുന്ന വിധത്തിൽ ഫറവോയുടെ ഹൃദയം ഞാൻ കഠിനമാക്കും. ജനം കാണുന്നു ഫറവോയും കൂട്ടരും തങ്ങളുടെ പിന്നാലെ വരുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ വിലപിക്കുന്ന, പരിതപിക്കുന്ന ഒരു ജനത്തെ വിശുദ്ധ ഗ്രന്ഥം, സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ദൈവം ജനത്തിൻ്റെ വിലാപം, ജനത്തിൻ്റെ നൊമ്പരം കേൾക്കുകയാണ്, കാണുകയാണ്. മോശയോട് അവിടുന്ന് പറയും, നിന്റെ വടി ചെങ്കടലിന് നേരെ ഉയർത്തുക. അങ്ങനെ മോശ ദൈവത്തിൻ്റെ സ്വരം കേട്ട് പ്രവർത്തിക്കുമ്പോൾ കടൽ വിഭജിക്കുന്നു. ഇസ്രായേൽ ജനം വളരെ സുഗമമായി അതിലൂടെ യാത്ര ചെയ്യുകയാണ്. ദൈവത്തിനറിയാം പുറകിൽ ഫറവോയും കൂട്ടരും വരുന്നുണ്ട്. അവിടുന്ന് വീണ്ടും പറഞ്ഞു മോശയോട്, നിന്റെ കരം പിന്നിലേക്ക് ഉയർത്തുക. മോശ അപ്രകാരം ചെയ്തു. കടന്നു വന്ന ഇസ്രായേൽ ജനം യാത്ര ചെയ്തു കഴിഞ്ഞ വഴിയിലെ കടൽ വീണ്ടും പഴയ സ്ഥിതിയിലായി. അത് ഫറവോയെയും അവൻ്റെ കൂട്ടരെയും ഇതാ മുക്കി നശിപ്പിക്കുന്നു. അങ്ങനെ തൻ്റെ ജനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, തൻ്റെ ജനത്തെ തൻ്റെ സ്വപ്നങ്ങളോട് ചേർത്ത് പിടിച്ച് മോചിപ്പിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പുറപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം 21 22 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ദൈവം ജനത്തോടൊപ്പം യാത്ര ചെയ്തത്, എങ്ങനെയാണ് ദൈവം അവരുടെ കൂടെ നടന്നത്. വചനം ഇങ്ങനെയാണ് പറയുക, പകൽ മേഘസ്തംഭമായി,
രാത്രി അഗ്നിഗോളമായി ദൈവം അവരുടെ ഒപ്പമുണ്ടായിരുന്നു. അതായത് പകൽ തൻ്റെ ജനത്തിന് വെയിലേൽക്കരുത്, വെയിലേറ്റ് സൂര്യതാപമേറ്റ് തൻ്റെ ജനം തളരരുത് എന്ന ചിന്തയോടുകൂടി മേഘവിരിപ്പായി അവരുടെ മുകളിൽ നിൽക്കുന്ന ഒരു ദൈവം, അങ്ങനെ രാത്രിയിൽ അതുപോലെ തന്നെ സംരക്ഷിക്കുന്ന ദൈവം, തൻ്റെ ജനത്തിൻ്റെ കാൽ ഇടറാതിരിക്കാൻ, തൻ്റെ ജനം ഇരുളിൽ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവരുടെ മുൻപിൽ അഗ്നിസ്തംഭമായി യാത്ര ചെയ്യുന്ന ദൈവം. 22-ാം തിരുവചനം ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുക: പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിഗോളമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല. അതായത് ജനം യാത്ര ചെയ്ത വഴിയിലുടനീളം അവർക്ക് സംരക്ഷണമായി, അവർക്ക് കരുതലായി, പരിപാലിക്കുന്ന സാന്നിധ്യമായി ദൈവം കൂടെയുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ ധ്യാനിച്ചത് ചെങ്കടൽ വിഭജിച്ച് ജനത്തെ പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും കടലിൻ്റെ കരങ്ങളിൽ നിന്നും തൻ്റെ ശിഷ്യന്മാരെ രക്ഷിക്കുന്ന, ശിഷ്യന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. കർത്താവ് അമരത്ത് തലചായ്ച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. തിരമാലകൾ വഞ്ചിയിലേക്ക് പടർന്നിറങ്ങാൻ തുടങ്ങി. വഞ്ചി മുങ്ങുന്ന വിധത്തിൽ തിരകളടിക്കുന്നു. ഇതാ വലിയ രീതിയിൽ കാറ്റുവീശുന്നു. ശിഷ്യന്മാർക്ക് ഭയമുണ്ടായി. അവർ ഒന്നു ചേർന്ന് ഉറക്കെ നിലവിളിച്ചു: ഗുരോ, ഇതാ ഞങ്ങൾ നശിക്കാറായിരിക്കുന്നു, രക്ഷിക്കണമേ. യേശു ഉണർന്നെഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അല്പവിശ്വാസികളെ എന്നാണ് ശിഷ്യന്മാരെ യേശു വിളിക്കുക. കാരണം കർത്താവ് കൂടെയുണ്ടായിട്ടും, പരിപാലിക്കുന്ന ദൈവം, സംരക്ഷിക്കുന്ന ദൈവം കൂടെയുണ്ടായിട്ടും അത് തിരിച്ചറിയാതെ ഞങ്ങൾ നശിക്കാറായിരിക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ അവർ അധപ്പതിച്ചല്ലോ, തരം താണല്ലോ എന്ന് യേശു ദുഃഖിച്ചിരിക്കണം. അല്പവിശ്വാസികളെ എന്ന് വിളിച്ച് അവരെ ശാസിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, അമരത്ത് തലചായ്ച്ചുറങ്ങുന്ന ദൈവം ഉണർന്നെഴുന്നേറ്റ് തിരകളിൽ നിന്നും, വീശിയടിക്കുന്ന കൊടുങ്കാറ്റിൽ നിന്നും തൻ്റെ ശിഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രം സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, കരുതുന്ന ദൈവ സാന്നിധ്യം. തീർച്ചയായും ജീവിതത്തിൽ ഇങ്ങനെ പല കടലും തിരമാലകളും പ്രതിബന്ധമായി നമ്മുടെ മുൻപിൽ നിൽക്കും. പല ഗുരുതരമായ പ്രശ്നങ്ങളും നൊമ്പരങ്ങളും നമ്മുടെ ജീവിതത്തെ തളർത്തി കളയുന്ന വിധത്തിൽ വീശിയടിക്കും. അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കരം പിടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം എങ്ങനെയാണ് തന്നോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ പരിപാലിക്കുക എന്ന് നാം അനുഭവിച്ചറിയും. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളോട് ദൈവവും ചേർന്ന് നിൽക്കും എന്ന് വചനം വാഗ്ദാനം തരികയാണ്. വീണ്ടും ബാറൂക്ക് പ്രവചനത്തിൻ്റെ 4-ാം അധ്യായം 28-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: ദൈവത്തിൽ നിന്നും അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ അവിടുത്തെ പക്കലേക്ക് മടങ്ങി ചെല്ലുവിൻ. കാരണം അവിടുന്ന് നിങ്ങളോട് കരുണ കാണിക്കാനായി കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നും അകന്നു കഴിയുന്ന ജീവിതമാണെങ്കിൽ അവിടുത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ മനസ്സ് കൊതിക്കണം. അവിടുത്തോട് ചേർന്ന് നിൽക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ പരിപാലിക്കും, സംരക്ഷിക്കും, കരുതും എന്ന് വചനം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാം തിരുവചനം ഇങ്ങനെയാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും,
ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് തിരുവചനം. നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: മഴ വരുമ്പോൾ, മഴമേഘങ്ങൾ കാണുമ്പോൾ സാധാരണ പക്ഷികളെല്ലാം ഏതെങ്കിലും മരങ്ങളിലേക്ക് ചേക്കേറും, ഇലകളുടെ അടിയിൽ അഭയം തേടും. അങ്ങനെ ഇലകളുടെ കീഴിലായിരിക്കുമ്പോൾ മഴത്തുള്ളികൾ അവരെ നനയ്ക്കില്ല. അങ്ങനെ അവർ തങ്ങളെ തന്നെ സംരക്ഷിക്കും. പക്ഷേ കഴുകൻ ചെയ്യുക അപ്രകാരമല്ല. മഴമേഘങ്ങൾ കാണുമ്പോൾ കഴുകൻ വീണ്ടും വീണ്ടും മുകളിലേക്ക് ഉയർന്ന് പറക്കാൻ ആരംഭിക്കും. ഇങ്ങനെ ഉയർന്ന് പറന്ന് ഈ മേഘങ്ങൾക്ക് മുകളിലെത്തി അവയെ അതിജീവിക്കുന്ന സ്വഭാവമാണ് കഴുകൻ്റേത്. ഏതു മേഘങ്ങളാണെങ്കിലും എത്ര വലിയ മഴയാണെങ്കിലും അതിനു മുകളിൽ കഴുകൻ പറക്കും. പ്രിയമുള്ളവരെ, ഇതാ വചനം പറയുകയാണ്: ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ദൈവത്തിൻ്റെ പരിപാലനയുടെ ചിറകിൻ കീഴിൽ നാം ആയിരിക്കുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളെയും നൊമ്പരങ്ങളെയും അതിജീവിച്ച് അവയ്ക്ക് മുകളിൽ ഉയർന്നു പറക്കാൻ നമുക്ക് കഴിയുമെന്ന് തിരുവചനം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കറിയാം, യേശുവിനെ കുറിച്ച് പറയുക അവൻ ഇമ്മാനുവേൽ ആണെന്നാണ്. ഇമ്മാനുവേൽ എന്നാണ് നമ്മുടെ ദൈവത്തെ നാം വിളിക്കുക. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ എന്നാണ് അർത്ഥം. നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മുടെ അരികിലുള്ള ദൈവം, നമ്മെ പരിപാലിക്കുന്ന ദൈവം, അതാണ് ക്രിസ്തു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം തൻ്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എന്ന ചാക്രിക ലേഖനത്തിൽ പിതാവ് ഇങ്ങനെ കുറിച്ചു വെക്കുകയാണ്: വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും നൊമ്പരങ്ങളുമെല്ലാം പെട്ടെന്ന് ഇല്ലാതാകും എന്ന ഉറപ്പല്ല. അങ്ങനെ ഒരു ഉറപ്പല്ല വിശ്വാസ ജീവിതം നമുക്ക് തരുന്നത്. മറിച്ച് ഇങ്ങനെയുള്ള വേദനകളിൽ, ഇങ്ങനെയുള്ള നൊമ്പരങ്ങളിൽ നമ്മോട് ചേർന്നു നിൽക്കാൻ, നമുക്ക് കരം പിടിക്കാൻ, തലചായ്ക്കാൻ ഒരു ദൈവം നമ്മുടെ അരികിലുണ്ട് എന്നുള്ള വാഗ്ദാനമാണത്. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ദൈവം കൂടെയുണ്ട്, ദൈവം അരികിലുണ്ട്, അവിടുന്ന് പരിപാലിക്കും എന്നുള്ള ഉറപ്പാണ് വിശ്വാസമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ടത് ലൂക്കാ സുവിശേഷം 12-ാം അധ്യായത്തിലെ വചനഭാഗമാണ്. ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട്, ആകുലപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആയുസ്സിൻ്റെ ഒരു മുഴമെങ്കിലും കൂട്ടുവാൻ കഴിയുമോ എന്ന് യേശു ചോദിക്കുകയാണ്. പത്രോസ് ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളും ആകുലതകളും അവിടുത്തെ ഭരമേൽപ്പിക്കുക, കാരണം അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ കരുതലുള്ളവനാണ് എന്ന് പത്രോസ് ലീഹ ബോധ്യത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിലെ ഉത്കണ്ഠകളെ ദൈവത്തിന് ഭരമേൽപ്പിക്കുക, കാരണം അവിടുന്ന് നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിഗോളമായി നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്ന ദൈവമാണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ആ വചനഭാഗത്തിൻ്റെ തലക്കെട്ടു തന്നെ ഭോഷനായ ധനികൻ എന്നാണ്. ആ മനുഷ്യൻ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയ ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി എന്ന് കരുതിയ ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് തന്നോട് തന്നെ ഇങ്ങനെ പറയും, ആത്മഗതം ചെയ്യും: ഇതാ ആത്മാവെ വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക, കാരണം അനേക വർഷത്തേക്ക് വേണ്ടത് നിനക്കായി ഇതാ സംഭരിക്കപ്പെട്ടിരിക്കുന്നു. അറപ്പുരകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. ഇനി യാതൊന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. വിശ്രമിക്കുക, ആനന്ദിക്കുക. പ്രിയമുള്ളവരെ, വചനത്തിൽ നമ്മൾ വായിക്കുക, വചനം പറയുക,
ആ രാത്രിയിൽ ദൈവം ആ മനുഷ്യനോട് പറഞ്ഞു, ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ ആവശ്യപ്പെടും. ഇന്നു രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ, നീ കൂട്ടിവച്ചിരിക്കുന്നവ ആരുടേതാകും എന്ന് ദൈവം ചോദിക്കുകയാണ്. ആ മനുഷ്യന് എന്തെങ്കിലും ഉത്തരമുണ്ടായിരുന്നു എന്ന് നാം കാണുന്നില്ല. ആ മനുഷ്യൻ യാതൊരു മറുപടിയും പറയുന്നില്ല. മറിച്ച് അദ്ദേഹം മൗനം അവലംബിക്കുകയാണ്. അതായത് എത്ര നേടിയിട്ടും, എത്രമാത്രം സമ്പാദിച്ചിട്ടും സ്വരുക്കൂട്ടിയിട്ടും ദൈവത്തിൻ്റെ ആ ചോദ്യത്തിന്, നിന്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താകും എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അയാൾക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യരുടെ ഒരു ദുരന്തമാണിത്. തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് ബോധ്യമില്ലാതെ മുൻപോട്ട് പോകുന്ന സകല വ്യക്തികളുടെയും ജീവിതത്തിൽ ഇതായിരിക്കും സംഭവിക്കുക. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ സാംസനെക്കുറിച്ച് പറയുന്നുണ്ട്. സാംസനെക്കുറിച്ച് പറയുക അതിശക്തനായ ഒരു മനുഷ്യൻ എന്നാണ്. തിരുവചനം, വിശുദ്ധ ഗ്രന്ഥം നമ്മെ പരിചയപ്പെടുത്തുക അങ്ങനെയാണ്, അതിശക്തനായ ഒരു മനുഷ്യൻ. പക്ഷേ 6-ാമത്തെ അധ്യായം അതിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം അവിടെ രൂപപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ മുൻപോട്ട് പോയി 16-ാമത്തെ അധ്യായം എത്തുമ്പോൾ അവിടെ സാംസനെ കുറിച്ച് വചനം പറയുന്നു. ഫിലിസ്ത്യർ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്നറിയുമ്പോൾ അവൻ പറയും, ഇതുവരെ എന്നതുപോലെ ഞാൻ അവരെ എൻ്റെ കഴിവുകൊണ്ട് പരാജയപ്പെടുത്തും. ഇതുവരെ എന്നതുപോലെ ഞാൻ അവരെ എൻ്റെ കഴിവുകൊണ്ട് പരാജയപ്പെടുത്തും, കീഴടക്കും എന്ന് അഹങ്കാരത്തോടെ പറയുന്ന സാംസൺ. 20-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്, ദൈവ സാന്നിധ്യം തന്നെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. പരിപാലിക്കുന്ന ദൈവം, സംരക്ഷിക്കുന്ന ദൈവവും കരുതുന്ന ദൈവം തന്നെ വിട്ടുപോയത്, ആ ദൈവത്തിൽ താൻ ആശ്രയിക്കുന്നില്ല, ആശ്രയബോധം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് അവന് നഷ്ടമായി. അങ്ങനെ ഫിലിസ്ത്യരുടെ കരങ്ങൾ കൊണ്ട് വധിക്കപ്പെടുന്ന, മരണപ്പെടുന്ന സാംസന്റെ ചിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മുടെ മുൻപിലേക്ക് വെക്കുക. പ്രിയമുള്ളവരെ, തന്നിൽ തന്നെ ആശ്രയിക്കുന്ന, ദൈവ പരിപാലനയെക്കുറിച്ച് ചിന്തയില്ലാത്ത, അതിനെ അവഗണിക്കുന്ന മനുഷ്യരുടെ ജീവിതം എന്നും ദുഃഖങ്ങളും നൊമ്പരങ്ങളും മാത്രം നിറഞ്ഞതായിരിക്കും. പക്ഷേ വചനം പറഞ്ഞത് നാം ഓർമ്മിക്കണം. വചനം പറഞ്ഞത് നമ്മുടെ ചിന്തയിലുണ്ടാകണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും വച്ചു കൊടുക്കുക. കാരണം അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇസ്രായേൽ ജനത്തെ എങ്ങനെ സംരക്ഷിച്ച് കരുതി ദൈവം കൊണ്ടു നടന്നോ, എങ്ങനെ അവരോടൊപ്പം യാത്ര ചെയ്തോ, അതുപോലെ ഇന്നും ആ ദൈവം നമ്മുടെ ഒപ്പം, നമ്മുടെ അരികിൽ യാത്ര ചെയ്യും. എമ്മാവൂസ് ശിഷ്യന്മാരുടെ അനുഭവം നമുക്കറിയാം. അവരുടെ ഒപ്പം യാത്ര ചെയ്ത ഒരു ദൈവം, അവരുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന തമ്പുരാൻ അവരെ ശക്തിപ്പെടുത്തുന്നു. ഒപ്പം ലൂക്കാസ് സുവിശേഷത്തിന്റെ 19-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സക്കേവൂസിന്റെ അനുഭവം. അവൻ ദൈവത്തിനു വേണ്ടി കാത്തിരുന്നു, അവനോടൊപ്പം യാത്ര ചെയ്ത് അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് രക്ഷ പ്രദാനം ചെയ്യുന്ന തമ്പുരാൻ. നമ്മുടെ ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. ഏത് പ്രതിസന്ധിയിലും ഏതു നൊമ്പരങ്ങളിലും സംരക്ഷിക്കുന്ന ദൈവമാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ നിൽക്കാൻ, നൊമ്പരങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും അതിജീവിച്ച് ദൈവിക മനുഷ്യരായി തീരാൻ നമുക്ക് കഴിയട്ടെ. സർവേശ്വരൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, വചനം ശ്രവിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയതിന്, ഞങ്ങൾക്ക് അവസരം നൽകിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവെ, ജീവിതത്തിലെ സകല നൊമ്പരങ്ങളെയും വേദനകളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവയിലെല്ലാം അങ്ങയുടെ പരിപാലനയുടെ കരം ഞങ്ങൾക്ക് ദൃശ്യമാകട്ടെ. അങ്ങ് സംരക്ഷിക്കുന്ന, കരുതുന്ന ദൈവമാണ് എന്നുള്ള ഓർമ്മ ഞങ്ങളിലുണ്ടാകട്ടെ. ഒരിക്കലും ഞങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന, സ്വന്തം കഴിവുകളിൽ അഹങ്കരിക്കുന്ന മനുഷ്യരായി ഞങ്ങൾ മാറാതിരിക്കട്ടെ.
ഇസ്രായേൽ ജനത്തെ അങ്ങ് സംരക്ഷിച്ച വഴി നടത്തിയ ചിത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞങ്ങൾ കാണുന്നു. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിഗോളമായി അവരുടെ മുൻപിൽ നിന്നും മാറാതെ, അവരുടെ അരികിൽ നിന്നും മാറാതെ അങ്ങ് അവരെ വഴി നടത്തി. ദൈവമേ, ആ പരിപാലനയുടെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലേക്കും വർഷിക്കണമേ. എപ്പോഴും അങ്ങയുടെ കരം പിടിച്ച് യാത്ര ചെയ്യാൻ, ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് തരുവാൻ, അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.